Inside
2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുൻപാകെ, അതെ, യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്കല്ല പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്ഥിതി മാറിയപ്പോൾ ആരാധനയും മാറ്റിയോ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ ഇരുന്നു കൊണ്ട് ആർക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. ശാരീരികമായ ബന്ധനം ആരാധനയ്ക്ക് ഒരിക്കലും തടസ്സമല്ല. നാവ് ചലിക്കുമെങ്കിൽ ആർക്കും ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. എന്നാൽ മാനസികമായി, ആത്മീയമായി ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കൊണ്ട് ആർക്കും ജീവനുള്ള ഒരു ആരാധന അർപ്പിക്കുവാൻ കഴിയുകയില്ല. വിടുവിക്കപ്പെട്ട ഏതൊരു വ്യക്തിയും പദവിയും മഹിമയും നോക്കാതെ ആരാധന അർപ്പിക്കുവാൻ ലഭിക്കുന്ന ഏത് സാഹചര്യത്തിലും വിടുവിച്ച ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ മടി കാട്ടരുത്. ദൈവമക്കൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദാവീദ് യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ആനന്ദിച്ച് നൃത്തം ചെയ്യുന്നതിന് വ്യക്തവും ശക്തവുമായ ഒരു കാരണമുണ്ട്. ആരാധിക്കുവാൻ ഏവർക്കും ഒരു കാരണമുണ്ട്. അത് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരമായ വീണ്ടെടുപ്പും ദൈവം കൽപ്പിച്ച വിടുതലുകളുമാണ്. പാരമ്പര്യ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ, മരണകരമായ അന്ധകാര രാജ്യത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ് എന്നിവ ലഭിച്ച ഒരു ദൈവപൈതലിനെ എങ്ങനെ ദൈവം മുൻപാകെ ആരാധിക്കാതിരിക്കുവാൻ, സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ ആനന്ദിച്ച് നൃത്തം ചെയ്ത് തൻ്റെ നന്ദിയും ആരാധനയും അർപ്പിച്ച ദാവീദ് തൻ്റെ ഭാര്യയാൽ പരിഹസിക്കപ്പെട്ടു. തൻ്റെ ഭാര്യയായിരുന്ന മീഖൾ ദാവീദിനെ നിന്ദിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ പദവി മറന്നുള്ള നൃത്തം ചെയ്യൽ മീഖളിന് ഇഷ്ടമായില്ല. യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കൊതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവൾ ദാവീദിനെ പരിഹസിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ. 20-ാമത്തെ വാക്യത്തിൽ മീഖൾ ദാവീദിനെ പരിഹസിച്ച വാക്കുകൾ ഇപ്രകാരമാണ്. എന്നാൽ മീഖൾ തന്നെ നിന്ദിച്ചെങ്കിലും പരിഹസിച്ചെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ശക്തമായി നൃത്തം ചെയ്ത് പരസ്യമായി ആരാധിക്കും എന്ന ഉറച്ച തീരുമാനമുണ്ടായിരുന്ന ദാവീദ് രാജാവ് വ്യക്തമായി പറയുന്നത്, എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്ന ഒരവസരവും ഞാൻ പാഴാക്കുകയില്ല. ആര് എന്തു പറയും എന്നുള്ളത് എനിക്കൊരു വിഷയവുമല്ല. ഞാൻ ധരിച്ചിരിക്കുന്ന രാജവസ്ത്രം, ഞാൻ വഹിക്കുന്ന, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന രാജപദവിയും എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് എനിക്ക് വിലക്ക് ഏർപ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇതൊന്നുമില്ലാതിരുന്ന കാലത്തും, ആട്ടിടയ വസ്ത്രം ഉടുത്ത് കാട്ടിൽ കഴിഞ്ഞിരുന്ന കാലത്തും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ആടുകളുടെ നടുവിൽ നിന്നും എന്നെ രാജാവായിരിക്കുവാൻ തിരഞ്ഞെടുത്ത ദൈവത്തെ എനിക്കെങ്ങനെ ആരാധിക്കാതിരിക്കുവാനാകും? അതും നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യുക തന്നെ ചെയ്യും. മീഖളെ, നിനക്ക് ആരാധിക്കാതിരിക്കാനും
നന്ദി അർപ്പിക്കാതിരിക്കുവാനും കഴിയുന്നത് എങ്ങനെ എന്നതാണ് ദാവീദ് രാജാവിന്റെ മറുപടിയും ചോദ്യവും. പ്രിയരുടെ ജീവിതത്തിൽ ചില വിടുതലുകളും അനുഗ്രഹങ്ങളും ലഭിക്കുകയും പണ്ടത്തെ സ്ഥിതി മാറുകയും ഉയർച്ച ലഭിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പണ്ട് ആരാധിച്ചു കൊണ്ടിരുന്ന അനേകരും ആരാധന മറക്കുകയോ അലസരായിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. സ്ഥിതി മാറ്റിത്തന്ന അത്ഭുതകരമായ വിടുതലുകളെ നൽകിത്തന്ന ദൈവത്തെ ഒരു നാളും മറക്കരുത്. പണ്ടത്തേതിനേക്കാൾ എരിവോടെ വേണം ആരാധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമാകരുത്. ആരാധിക്കുന്നവനെ, ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവം ഒരു നാളും മറക്കുകയില്ല. അവൻ്റെ ഏതവസ്ഥയിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ദൈവം അവൻ്റെ മേൽ പകർന്നു കൊടുക്കും. ശൗൽ ദൈവസന്നിധിയിൽ അവിശ്വസ്തനായപ്പോൾ ശൗലിനെ മാറ്റി ദൈവം തനിക്കൊരു വിശ്വസ്തനായിരിക്കുവാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. ശൗൽ ദൈവസന്നിധിയിൽ അവിവേകം കാട്ടിയപ്പോൾ വിവേകമുള്ളവനായി തൻ്റെ സന്നിധിയിൽ കഴിയുവാൻ ദൈവം ദാവീദിനെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞവൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ മുൻപിൽ വന്നപ്പോൾ തൻ്റെ രാജവസ്ത്രം അഴിച്ചു വച്ച് പഞ്ഞിനൂലങ്കി അണിഞ്ഞ് പെട്ടകത്തിന് മുൻപിൽ തൻ്റെ ബാല്യക്കാരോടൊപ്പം നൃത്തം ചെയ്ത് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. കൂടപ്പറപ്പുകളെ, നമ്മെ ദൈവം വിളിച്ചത്, നമ്മെ ദൈവം വേർതിരിച്ചത് ദൈവം മുൻപാകെ വിശ്വസ്തരായിരിക്കുവാനും വിവേകമുള്ളവരായിരിക്കുവാനും വേണ്ടിയാണ്. അവൻ നമ്മെ വീണ്ടെടുത്തത് സാത്താന്റെ അടിമത്തത്തിൽ നിന്നാണ്. അവൻ നമ്മെ തനിക്ക് സ്വന്തം ജനമായിരിക്കുവാനും രാജകീയ പ്രവാചക പുരോഹിത അഭിഷേകം ചെയ്ത് നിയമിച്ചാക്കി വച്ചിരിക്കുന്നു. നമ്മുടെ പണ്ടത്തെ സ്ഥിതിയൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു. സ്ഥിതി മാറിയപ്പോൾ ആരാധന കുറഞ്ഞു പോയോ അതോ കൂടിയോ? ആരാധന മനോഭാവം തണുത്തിരിക്കുന്നുവോ ചൂടുപിടിച്ചിരിക്കുന്നുവോ? മീഖളുമാരുടെ നിന്നയും പരിഹാസവും ഭയപ്പെട്ട് ആരാധിക്കാതിരിക്കുകയും ശരീരം കൊണ്ടും ദൈവത്തിന് മഹത്വം അർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ? ആത്മശോധന ചെയ്ത് ദൈവിക ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക, അതത്രേ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം കേട്ട് സ്തുതിക്കുവാൻ, ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും തൃക്കരങ്ങളിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ ഇടയാക്കണമേ. സ്ഥിതി മാറിയപ്പോൾ ആരാധന തണുത്തുപോയൊരവസ്ഥയിലാകുവാൻ ഒരിക്കലും ആർക്കും ഇടയാകരുത്. എല്ലാവരും ആത്മാവിന് ചൂടുപിടിച്ചവരായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കർത്താവ് കൃപ പകരണമേ. ആത്മാവിന്റെ ശക്തിയാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിന്റെ ആവശ്യങ്ങളിൽ ഓരോരുത്തരും വിടുവിക്കപ്പെടുവാനും സൗഖ്യമാക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കൽപ്പിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം അപ്പച്ച. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.